ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചാൽ ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിലൂടെ ഇറങ്ങിയ 3 തമിഴ്നാട് സ്വദേശികളാണ് ഇന്നലെ രാത്രി മരിച്ചത്. അപകടത്തെക്കുറിച്ച് ഉടൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് തൊഴിലാളികൾ മാൻഹോളിൽ ഇറങ്ങിയതെന്ന് നഗരസഭാ അധികൃതരും പറഞ്ഞു. തമിഴ്നാട് കമ്മം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. കട്ടപ്പന പാറക്കടവിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ഹോട്ടൽ പുതുക്കിപ്പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. ഇതിനിടെ ഹോട്ടലിന്റെ മുൻവശത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് ഇന്നലെ രാത്രി തൊഴിലാളികൾ മാൻഹോളിൽ ഇറങ്ങിയത്. ആദ്യം ഹോളിൽ ഇറങ്ങിയ തൊഴിലാളിയെ രക്ഷിക്കാൻ മറ്റു 2 പേരും മാൻഹോളിൽ ഇറങ്ങുകയായിരുന്നു. തൊഴിലാളികളെ കാണാതായതോടെ സമീപവാസികളും സ്വകാര്യ ഹോട്ടലിന്റെ ഉടമസ്ഥരും പരിശോധന നടത്തിയെങ്കിലും പ്രതികരണമുണ്ടായില്ല. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയ ശേഷമാണ് തൊഴിലാളികളെ കണ്ടെത്താനായത്. 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം പക്ഷേ ഫലം കണ്ടില്ല. തൊഴിലാളികളുടെ കുടുംബത്തിന് സർക്കാർ മതിയായ ധനസഹായം നൽകണമെന്ന് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. അവരുടെ ജീവൻ സേഫ്റ്റി മെഷേഴ്സ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപകടത്തെക്കുറിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസ് അറിയിച്ചു. അവരുടെ നിസ്സഹാവസ്ഥയും ധാരണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ അധികൃതരും അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.